നീ കണ്ട അവളുടെ മുഖം സ്കെച്ച് ചെയ്താൽ നീ കണ്ട അതേ നാഗറാണിയെ ഞങ്ങൾക്കെല്ലാവർക്കും കാണാൻ സാധിക്കും. വണ്ടർഫുൾ ഐഡിയ. അതുപോലെ തന്നെ ചെയ്യാം. ഐഡിയ എന്തായാലും കൊള്ളാം. പക്ഷേ സ്കെച്ച് ആര് ചെയ്യും? എന്റെ മകൻ തന്നെ. ആണോ? അവനോട് വരാൻ പറ. നാഗറാണി ആരാണെന്ന് അറിയാമല്ലോ. ത്രിവിക്രം, കമിയ. യെസ് ഡാഡി. മോനെ, നീ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ സാംബശിവനങ്ങള് ഒരു ഫേസ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നീ അതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ശരി ഡാഡി. നീ പറഞ്ഞു കൊടുക്ക. എനിക്ക് അത്യാവശ്യമായിട്ടേ ഓഫീസ് വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. ഞാൻ പോയിട്ട് വരാം. ത്രിവിക്രം, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിനക്ക് ശരിക്കും സ്കെച്ച് ചെയ്യാനൊക്കെ അറിയോ? എന്താങ്കിളെ ഡൗട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വരച്ചൊരു പെയിന്റിങ് ഇവിടെ തന്നെ ഉണ്ട്. അങ്കിള് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തായത് ഇയാളുടെ ഒരു കാര്യം? ദിഗ്വിജയ് പറഞ്ഞ എന്താ ഇയാൾക്ക് വിശ്വാസമല്ലേ? വലിയൊരു ഡോക്ടർ വന്നിരിക്കുന്നു. അത് തന്നെ നീ വരയ്ക്കുമോനെ. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളോ? അതെ ഗുരുദേവ, അവരുടെ വീട്ടില് ഞങ്ങളുടെ നിശ്ചയം നടത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിന് ഞാൻ എന്ത് മറുപടി നൽകണമെന്ന് എനിക്കറിയില്ല ഗുരുദേവ. നാഗമാണിക്യം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ്ടിരിക്കുന്ന നമുക്ക് ഇങ്ങനൊരു സാഹചര്യം അനുകൂലമാണോ? നമ്മുടെ ഉദ്ദേശം ആദിശേഷനെ കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല ഗുരുദേവ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ നാഗമാണിക്യം കണ്ടുപിടിച്ച് അത് തിരികെ കൊണ്ടുവരണം. അതെല്ലാം നടത്തുന്നതിൽ കാലതാമസം സംഭവിച്ചാൽ നാഗമാണിക്യം എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം എന്റെ ഉള്ളിലുണ്ട്. ആ ഭയമാണ് നിന്റെ ഉത്തരവാദിത്വത്തെ കൂടുതലായി ശക്തിപ്പെടുത്തിയത്. ത്രിവിക്രമൻ തന്നെയാണ് നിന്റെ ആദിശേഷൻ എന്ന് നിനക്ക് അടിയുറച്ച വിശ്വാസമുണ്ടോ? എന്താ ഗുരുദേവ, എന്താ അങ്ങ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്? എത്ര സത്യമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വീണ്ടും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു നേരിയ അശ്രദ്ധ പോലും നമ്മെ ഒരുപാട് പിറകോട്ട് നയിക്കും. ഇല്ല ഗുരുദേവ, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ. അതിന് ഞാൻ ചെയ്ത പരീക്ഷണങ്ങൾ തന്നെയാണ് സാക്ഷി. ആദ്യം തന്നെ ഞാൻ അവന്റെ ദേഹത്ത് വിഷപ്രയോഗം നടത്തിയപ്പോൾ അവനൊന്നും തന്നെ സംഭവിച്ചില്ല. അതിനുശേഷം നാഗമാതാവ് നടത്തിയ വിഷപ്രയോഗത്തിലും വിപരീതമായ ഒരു ഫലവും തന്നെ കണ്ടില്ല. നാഗലോകത്തെക്കുറിച്ച് സ്വപ്നം കണ്ടതുപോലും അവനാണ്. ആദിശേഷന്റെ രേഖാചിത്രം വരച്ചതുപോലും അവൻ തന്നെയാണ്. ഇതിനെല്ലാം തന്നെ ഉപരിയായി അങ്ങ് പറഞ്ഞത് പ്രകാരം അവന്റെ കണ്ണുകളിലേക്ക് ഞാൻ തീക്ഷ്ണമായി നോക്കിയപ്പോൾ എനിക്ക് കാണാനായത് ആദിശേഷന്റെ പ്രതിബിംബമാണ് ഗുരുദേവ. അവൻ തന്നെയാണ് ആദിശേഷൻ എന്നുറപ്പിക്കാൻ ഈ കാരണങ്ങളൊക്കെ പോരെ? ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ. നിന്റെ പരിശോധനകളിൽ അവനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അക്കാര്യത്തിൽ നീ മുന്നേറുമെന്നുള്ളത് ഉറപ്പ്. അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഗുരുദേവ. ഏത് കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്? നിന്റെയും ത്രിവിക്രമന്റെയും വിവാഹ നിശ്ചയം നടന്നേ മതിയാവൂ ശിവാനി. അങ്കിളെ, അവളുടെ മുഖം എങ്ങനെയായിരുന്നു? റൗണ്ടായിട്ട് അല്ല, സ്വല്പം ഫെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടറെ, കറക്റ്റായിട്ട് പറ, അവൾ എങ്ങനിരുന്നോ അങ്ങനെ. ഇത് ഏത് പെൺകുട്ടി അങ്കിളെ? നിങ്ങൾക്ക് അറിയുന്ന പെൺകുട്ടിയാണോ ഞാൻ വരയ്ക്കേണ്ടത്? അങ്ങനെയൊന്നുമല്ല മോനെ, ഇവന്റെ തലയ്ക്ക് വട്ട. ഇവൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ആക്ച്വലി അവളുടെ മുഖം അല്പം തടിച്ചിട്ടാണ്. ഓക്കെ, അങ്കിളെ, അവളുടെ കണ്ണെങ്ങനെയായിരുന്നു? ചോദിക്കുന്ന കേട്ടില്ലേ? പറഞ്ഞു കൊടുക്ക്. ഇല്ലടാ, എനിക്ക്
എനിക്കത് പറയാൻ കഴിയുന്നില്ല. അവളുടെ കണ്ണ് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവും. അവളുടെ കണ്ണുകളെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾ എന്നെ കൊല്ലാൻ വന്ന നിമിഷമില്ലേ, അത് മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തു പറ്റി അങ്കിൾ? ഒന്നുമില്ല, അവളുടെ കണ്ണെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുക. ഓ, അത്രേ ഉള്ളൂ. നോ വറീസ് അങ്കിൾ, അതിന് എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷനാ? എന്താണ്? നോക്ക്, ഇതിലൊരുപാട് വെറൈറ്റി ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോസിൽ നോക്കിയിട്ട് ആ പെൺകുട്ടിയെ പോലുള്ള കണ്ണും മൂക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് അങ്കിൾ എനിക്ക് തന്നാൽ വരയ്ക്കാൻ എനിക്ക് എളുപ്പമായിരിക്കും. അത് ഇതുപോലെ ഇരിക്കും, ഇതുപോലെ തന്നെ, ഇതേ കണ്ണ്. ഓക്കെ അങ്കിൾ, ആയിക്കോട്ടെ. അങ്കിൾ, ഈ നോസ് മൂക്ക് എങ്ങനെയായിരുന്നു? I got it. ഡോക്ടറെ, ഈ ഫോട്ടോ നോക്ക്, എത്ര ഭംഗിയുണ്ടെന്ന്. ത്രിവിക്രം വരച്ചതാ. ഡോക്ടറെ, ഈ ഫോട്ടോ കണ്ടപ്പോഴും നിന്നോട്ടൊരു കാര്യം പറയണമെന്ന് ഓർത്ത്. ഇത് നോക്ക് ഡോക്ടറെ. ഗുരുദേവ, ഞങ്ങളുടെ നിശ്ചയത്തിന്റെ കാര്യത്തില് മുന്നോട്ട് പോകണമെന്നോ? എന്താ അങ്ങ് അങ്ങനെ പറഞ്ഞത്? അതെ ശിവാനി, അവൻ തന്നെയാണ് നിന്റെ ആദിശേഷനെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ശരിയോ തെറ്റോ അല്ല ഇവിടുത്തെ പ്രശ്നം ഗുരുദേവ. നമ്മുടെ ലക്ഷ്യം നാഗമാണിക്യം തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. ആ പോരാട്ടത്തിനിടയിൽ നമ്മുടെ ശ്രദ്ധ മറ്റെവിടേക്കെങ്കിലും പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയാണ്. എത്ര കഷ്ടപ്പെട്ടാലും അത് കണ്ടുപിടിക്കുക, അതിൽ തെറ്റൊന്നുമില്ലെന്ന് അങ്ങ് തന്നെ എത്ര തവണ പറഞ്ഞതാണ്. എന്തെങ്കിലും അപകട സൂചന നിനക്ക് ലഭിച്ചിരുന്നുവോ ശിവാനി? ഇല്ല ഗുരുദേവ, സത്യത്തിൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അപായ സൂചനയും കിട്ടിയിട്ടില്ല ഗുരുദേവ. പക്ഷെ ഇപ്പൊ നിശ്ചയം എന്നൊക്കെ പറയുമ്പോ ബന്ധങ്ങളുടെ ബന്ധനങ്ങൾ പിടിമുറുക്കുന്നതിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു പോയാൽ? ആദ്യമേ ആ ദുഷ്ടന്മാരും അവരുടെ ഗുരു ത്രയംബകനും നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാഗങ്ങളെ കുറിച്ച് ചെറിയൊരു സംശയത്തിന് ഇടയുണ്ടായാൽ അത് മതിയാകും. പിന്നെ അവർ നമ്മുടെ പിറകെ വന്ന് ഉപദ്രവിക്കാൻ. അവരുടെ ദുഷ്ടബുദ്ധി കൊണ്ട് ഞാൻ വീണ്ടും ദിഗ്ബന്ധനത്തിലാകപ്പെടുമോ എന്നുള്ളൊരു ഭയം എന്നെ ആ നിശ്ചയത്തിന്റെ തീരുമാനത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ത്രയംബകനെ പേടിച്ച് നീ വെറുതെ ഇരുന്നാൽ നാഗമാണിക്യം കണ്ടുപിടിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. നാഗമാണിക്യത്തിന്റെ സൂചനകൾ ലഭിക്കണമെങ്കിൽ അത് ആദിശേഷനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ആദിശേഷൻ? ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷൻ എന്ന് ഉറപ്പായതല്ലേ? അങ്ങനെയാവുമ്പോ അവൻ വഴി തേടി കണ്ടുപിടിക്കാവുന്നതല്ലേ ഗുരുദേവ? അത് എളുപ്പമുള്ള കാര്യമല്ല. ദുഷ്ടന്മാരുടെ നീക്കങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? നാഗമാണിക്യവും നാം എങ്ങനെ കണ്ടുപിടിക്കും? അത് വളരെ എളുപ്പമാണ് ഗുരുദേവ. അങ്ങ് തന്നെ മുമ്പ് ഈ നിശ്ചയത്തിന്റെ കാര്യത്തിൽ നീയും ത്രിവിക്രമനും മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ സാധ്യമാവൂ. നീ കൂടുതൽ അവനോടടുത്ത് ആദിശേഷന്റെ ഓർമ്മകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കണം. ദുഷ്ടരുടെ സാമീപ്യവും മനസ്സിലാക്കണം. ഇത് മാത്രമാണ് നമുക്കുള്ള മാർഗം. പക്ഷെ ഗുരുദേവ, നാഗലോകം മുഴുവൻ ദുഃഖത്തിലാണ്ടിരിക്കുമ്പോ എനിക്ക് മാത്രം ഇങ്ങനൊരു സന്തോഷം വേണം. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നാഗലോകത്തിന്റെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകുന്ന സന്ദർഭം വരിക. ഇത് നിന്നിലൂടെ മാത്രമേ സാധ്യമാവൂ. ആയിക്കോട്ടെ ഗുരുദേവ, നാഗമാണിക്യം കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയും തയ്യാറാണ്.
അത് ഈ ലോകത്തിന്റെ ശക്തിയാണ്. നാഗമാണിക്യം ഞാൻ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവന്നിരിക്കും. ശുഭമാകട്ടെ. പ്രണാമം ഗുരുദേവ. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. പ്ലീസ് മിണ്ടാതിരിക്കും. ഏയ്, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എപ്പോ നോക്കിയാലും ടെൻഷൻ ടെൻഷൻ. നീ എന്തേലും കാണിക്കും. ഒന്നും മിണ്ടാതിരിക്കുന്നു. മുടി ദാ ഇങ്ങനെയായിരുന്നു, നീളമില്ലാതെ. ത്രിവിക്രം, രാവിലെ നീ പരിചയപ്പെടുത്തിയ പെൺകുട്ടിയില്ലേ, അവളെ മരിച്ചു അല്ലേ? എത്ര റിയലിസ്റ്റിക് ആയിരിക്കുന്നു. റിയലി ഐ അപ്രിഷിയേറ്റ്. ഏയ്, ഒന്നും മിണ്ടാതിരിക്കണം. അവനൊരു കാര്യം ചെയ്തോണ്ടെങ്കിൽ അവനെ ഡിസ്റ്റർബ് ചെയ്യില്ലേ? അയ്യോ അങ്കിൾ, ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. കവള് നോക്ക്, ഇതുപോലെ സ്വല്പം തടിച്ചിട്ടായിരുന്നു. ഈ കണ്ണ്, മൂക്ക് ഇതെല്ലാം കാണുമ്പോ എനിക്ക് ശിവാനി പോലെയാണല്ലോ തോന്നുന്നത്. ശിവാനിയുടെ രൂപത്തിനാ ഇവര് വരയ്ക്കാൻ പറയുന്നത്. അല്ല അങ്കിളെ, ഇത് എന്താവശ്യത്തിനാ വരയ്ക്കുന്നത്? ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അത് മോനെ, അങ്ങനെ പരിചയമുള്ള ആളൊന്നും അല്ല. അത് പിന്നെ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു ജ്വല്ലറി ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു മോഡൽ വേണമായിരുന്നു. പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കുന്ന ഒരു ഐഡിയ കിട്ടാനാ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞത്. എന്റെ ശിവാനി വെറും ഒരു മോഡൽ മാത്രമല്ല, മിസ് വേൾഡ്, മിസ് വേൾഡ്. അവളുടെ സൗന്ദര്യം റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അത്രമാത്രം സുന്ദരിയാണ്. പുരികത്തിന് ഒട്ടും തന്നെ കട്ടിയുണ്ടായിരുന്നില്ല. ത്രിവിക്രം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സാംബശിവൻ പറഞ്ഞു വിട്ട് നല്ല സാമ്യമുണ്ടല്ലോ. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ കണ്ട് 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 എല്ലാവളുമാരും ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നതായിരിക്കും. മോനെ തൃശൂൽ, അച്ഛാ, നീ എന്താ അവിടെ പോയിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, വെറുതെ ഇവിടെ ഇരുന്നതാ. എന്തു പറ്റി മോനെ? എന്താ മുഖമല്ലായിരിക്കുന്നേ? എന്തു പറ്റി? എന്ത് പറ്റാൻ? ഒന്നുമില്ല അച്ഛാ. ഏയ്, ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. അച്ഛൻ ഫുഡ് കഴിച്ചായിരുന്നോ? മുതലാളിയുടെ വീട്ടിൽ പോകുന്നില്ലേ? പിന്നെ ഊണ് എങ്ങനെ ഉണ്ടായിരുന്നു? ഊണോ? ഇപ്പൊ സമയത്രയും നോക്ക്, 10 മണി. 10 മണിക്കാണ് ഊണ് കഴിക്കാൻ പോകാറുള്ളത്. ഇപ്പോഴും 10 മണി ആയിട്ടുള്ളൂല്ലേ? ഈ ചില സമയത്തെ സമയം പതുക്കെ പോവുള്ളൂ. വാചനെ നമുക്ക് ജന്മത്ത് വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. എനിക്കിപ്പോ മനസ്സിലാവാത്ത സമയത്തെ അല്ല, നിന്നെയാ. എന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നീ വെറുതെ പരസ്പര ബന്ധമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കില്ലേ? നീ എന്താ മോനെ ഇങ്ങനെ? ഒന്നുമില്ല അച്ഛാ, എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്നേ. കൊച്ചുമുതലാളിയുടെ കല്യാണമല്ലോ വരുന്നേ. അതിന്റെ തിരക്കില് കുറച്ച് ടെൻഷനായി പോയി, അത്രേ ഉള്ളൂ. നിന്നെ ഇന്നലെ പോലെ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്തോ ഒരു വല്ലായ്മ പോലെ. ആദ്യം എന്തോ സർപ്രൈസ് തരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് തമാശയാണ്. നീ നല്ല എനർജറ്റിക് ആയിട്ട് നടന്നിരുന്നല്ലേ? ഇപ്പൊ ഇത് ആരോടും മിണ്ടാതെ മൗനവും ചേട്ടാ, വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിക്കണ്ടെന്നേ. എനിക്ക് യാതൊരു പ്രശ്നമില്ല. കൊച്ചുമുതലാളിയുടെ കല്യാണത്തിന് വേണ്ടി അവിടെ ഇവിടെ ഓടി നടക്കല്ല ഞാൻ. നോക്കി നോക്കി, എന്റെ കവളൊക്കെ സന്തോഷം കൊണ്ട് തുടുത്തിരിക്കല്ലേ.
മോനെ, മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ഇത് തുറന്നു പറ. അത്രേ ഉള്ള അച്ഛാ. എന്റെ മനസ്സിലുള്ളതൊക്കെ അച്ഛനോടല്ല ഞാൻ പറയാറ്, വേറെ ആരോട് പറയാനാ? പക്ഷെ എനിക്ക് ഇപ്പൊ പറയാനായിട്ടൊന്നുമില്ലെന്നേ. എന്റെ മനസ്സിലൊന്നുമില്ല. എന്റെ മനസ്സിലിപ്പോ ഒന്നും തന്നെ ഇല്ല. ത്രിവിക്രം, ഇനി എത്ര സമയം എടുക്കും? ഏ ഞാൻ പറയുന്ന പോലെ വരയ്ക്കില്ലവൻ. നീ ഒന്ന് ചുമ്മാതിരിക്കും. അങ്കിള് പറഞ്ഞ പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. വന്നേ നോക്ക്. ത്രിവിക്രം, ഇനി എത്ര സമയം എടുക്കും? ഏ ഞാൻ പറയുന്ന പോലെ വരയ്ക്കില്ലവൻ. നീ ഒന്ന് ചുമ്മാതിരിക്കും. അങ്കിള് പറഞ്ഞ പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. വന്നേ നോക്ക്. ത്രിവിക്രം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? നീ അത് പൂർത്തിയാക്ക്, എന്നിട്ട് വന്ന് നോക്കിയാ പോരെ. നമ്മുടെ സാറും വളരെ സ്ലോ അല്ലേ? ഡാ ചുമ്മാതിരിക്കടാ. നീ വരയ്ക്ക് മോനെ. ഇല്ല അങ്കിൾ, ഇതൊരു റഫ് സ്കെച്ച് മാത്രം. ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് അങ്കിളൊന്ന് നോക്ക്. ഡോക്ടറെ, എല്ലാം ഓക്കെ അല്ലേ? നമുക്കിന്ന് അവളെ കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ലേ? മനസ്സിലാക്കിയേ പറ്റുമോ അവളെ? അവൾ എനിക്ക് തന്ന ചിത്രവത ഇപ്പൊ ഓർക്കുമ്പോ പേടിയാ എനിക്ക്. ഒന്ന് സമാധാനപ്പെടും ഡോക്ടറെ. ഇന്ന് നമ്മളവളെ കണ്ട് മനസ്സിലാക്കും, ബാക്കിയൊക്കെ പിന്നെ. ത്രിവിക്രം, കഴിഞ്ഞോ? ഒരു മിനിറ്റ് അങ്കിളെ. അങ്കിൾ, ഇവര് നിങ്ങളുടെ മോഡലാണോ? നോ ഡൗട്ട്, നിങ്ങളുടെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. ഒന്ന് നോക്കാം. അവളുടെ പൂർണ്ണരൂപം വരച്ചോ? ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് വരച്ചത്. അതെ അങ്കിൾ. നോക്കട്ടെ. എന്താ കാര്യം? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. എനിക്ക് സംസാരിച്ചേ പറ്റൂ. എന്താ പറയാനുള്ളത്? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനും ശല്യപ്പെടുത്താനും വേണ്ടി ഒന്നും വന്നതല്ല മാഡം. നിങ്ങളുടെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. എന്താ അത്? ദാ, ഇത് എന്റെ കാലിലെ കൊലുസാണിത്. ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു. പക്ഷെ ഇനി ഇത് സൂക്ഷിക്കാനുള്ള അവകാശം എനിക്കില്ല. അത് നമ്മൾ പറയാറില്ലേ, കോപ്പിറൈറ്റ്സ് എന്നൊക്കെ. അതിപ്പോ വേറെ ആളുടെ കയ്യിലല്ലേ, വാങ്ങിച്ചോളൂ. ഒരു ഓർമ്മ നമ്മുടെ അടുത്തുണ്ടെങ്കിലും അത് നല്ല ഓർമ്മയാണെങ്കിലല്ലേ സന്തോഷമുള്ളൂ. വെറും വേദന മാത്രം തന്ന മനസ്സിന് ഭയങ്കര കഷ്ടം അത്. അങ്ങനെയാണെങ്കിലും എല്ലാം അങ്ങോട്ട് തിരിച്ചു തരാൻ പറ്റില്ല എനിക്ക്. ചിലത് നമ്മുടെ ഉള്ളിൽ ജനിച്ച് അവിടെ തന്നെ മരിക്കണം. ഉദാഹരണത്തിന് ഓർമ്മകൾ, പിന്നെ
മാഡം സോറി. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ കാര്യം എന്ന് വെച്ചാ പറ. പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞുപോയി. സന്തോഷം പങ്കുവയ്ക്കാൻ കഴിയാത്തവന് പിന്നെ സങ്കടവും പങ്കുവയ്ക്കാൻ കഴിയില്ലല്ലോ. എന്ത് സങ്കടം? അത് ചോദിക്കാനുള്ള സമയവും ഇപ്പൊ കഴിഞ്ഞു പോയല്ലോ മാഡം. നീ പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ദയവേത് ഇവിടെ നിന്ന് പോയി തരാവോ പ്ലീസ്? ഞാനിപ്പോ തന്നെ പൊക്കോളാം മാഡം. മാഡത്തിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ പറ. കൊച്ചു മുതലാളിയെ മാഡം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും മാഡത്തിനോട് വല്ലാതെ ക്ലോസ് ആയിരിക്കും. മാഡം അദ്ദേഹത്തിനോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുമല്ലോ. അപ്പോ നമുക്കിടയിൽ സംഭവിച്ചതൊന്നും അപ്പൊ തുറന്നു പറയാൻ നിൽക്കരുത്. അതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കിടയിൽ സംഭവിച്ചതോ? നീ എന്തായി പറയുന്നേ?